വിൻഡോയിലൂടെ വെയിൽ വന്ന് മുഖത്തേക്കടിച്ചതും തുമ്പി മിഴികൾ ഇറക്കി ചിമ്മിക്കൊണ്ട് അടുത്ത് കിടക്കുന്നവനിലേക്ക് ഒന്നുകൂടി പതുങ്ങിക്കിടന്നു. കോളേജ് അവധിയാണ്, അതുകൊണ്ട് ശിവയും എഴുന്നേറ്റിരുന്നില്ല. അല്ലെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അവൻ്റെ ജോലിയാണ്. തുമ്പി അല്ലറ ചില്ലറ ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്ത് ചക്രന്ന് പുന്നരിച്ച് കൂടെ നിൽക്കും എന്നേയുള്ളൂ. ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം മെയ്ഡ് വരുമെങ്കിലും കുക്കിംഗ് അത് ശിവ തന്നെ ചെയ്യും. അതും ഒരുപാട് ഇഷ്ടത്തോടെ സന്തോഷത്തോടെ തന്നെ. ഒപ്പം തുമ്പിയുടെ സേഫ്റ്റി അതും ഒരു ഫാക്ടറാണ്. ആരെയും ഒന്നിനെയും അവളുടെ കാര്യത്തിൽ മാത്രം ഇന്നും വിശ്വാസമില്ല ശിവയ്ക്ക്. അറിയാതെ പോലും ഒരു വീഴ്ച സംഭവിക്കരുത് എന്ന് നിർബന്ധമുണ്ടവന്. ചുറ്റും നിൽക്കുന്ന ശത്രുവലയം അറിഞ്ഞിട്ടും ഇപ്പോൾ ശാന്തനായി തുടരുന്നത് തന്നെ എല്ലാവർക്കുമുള്ള തിരിച്ചടി ഒരുമിച്ചാണ് ഉറപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. പൊതിഞ്ഞു പിടിച്ച ശരീരം ഞെരിപിരി കൊള്ളുന്നതും മുഖം നില നെഞ്ചിൽ ഇട്ടുരസുന്നതും അറിയവേ ശിവ തൻ്റെ മിഴികൾ തുറന്നു. നെറ്റിച്ചുടച്ച ചുണ്ടുകൾ വിതുമ്പി അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവളെ കാര്യമൊന്നും മനസ്സിലാവാതെ കുറച്ചു നേരം ഉറ്റുനോക്കിയവൻ ആദ്യം എന്തോ സ്വപ്നം കാണുന്നു എന്നാണ് കരുതിയത്. അല്പസമയം കഴിഞ്ഞതും ഇരു കൈകൾ കൊണ്ടും വയറും ഇറക്കെ പിടിച്ച് കാണേ ഒന്നും മനസ്സിലാവാതെ നോക്കി നിന്ന് പോയി ശിവ. വേദ അലസമായി ഒന്ന് മൂളിക്കൊണ്ട് വീണ്ടും ചുരുണ്ട് കൂടിക്കിടന്നവൾ. ശിവയുടെ കണ്ണുകൾ സംശയത്തോടെ ഒന്ന് കുറുകി. അടുത്ത നിമിഷം വെളുത്ത ബെഡ്ഷീറ്റിലായി പടർന്നു കിടക്കുന്ന ബ്ലഡ് സ്റ്റെയിൻ കണ്ടതും ഒന്ന് സ്റ്റക്കായി പോയവൻ. എപ്പോഴോ കേട്ടിട്ടുണ്ട് സ്ത്രീകളുടെ ഈ ചുവന്ന ദിവസം, പക്ഷെ കൂടുതലായി അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അറിയേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ച് സമയം തുടർന്നു പോയവൻ പിന്നെന്തോ ഓർത്തതുപോലെ വേഗം ഫോണെടുത്ത് ഗൂഗിൾ സെർച്ച് ചെയ്തു. ഒരു 10 മിനിറ്റ് നീണ്ട വായന കൊണ്ട് ഏറെക്കുറെ എന്തൊക്കെയോ മനസ്സിലാക്കിയെടുത്തവൻ വയറുവേദനയ്ക്കുമെന്നും മോഡ് സിങ്സ് ഉണ്ടാകുമെന്നൊക്കെ വായിച്ചതും ശിവയുടെ മിഴികൾ ബെഡിൽ ചുരുണ്ട് കൂടെ കിടക്കുന്നവളെ അലിവോടെ നോക്കി. അവൾക്ക് നന്നായി വേദനിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അവന്. തുമ്പി എഴുന്നേറ്റേ, നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. വാടി കുഴഞ്ഞ് കിടക്കുന്നവളെ കവളിൽ നേർമയെ തട്ടി വിളിച്ചു. ശരിക്കും തൊടാൻ പോലും വയ്യാത്ത ഭയമാണ് അവന് തോന്നിയത്. അവൾക്ക് വേദനിച്ചു പോകുമോ എന്ന ഭയം. തുമ്പി, എനിക്ക് വയ്യ ദർശ, വയറ് വേദനിക്കുക. അത്രയും പതിഞ്ഞ ശബ്ദം, കുറുമ്പോ കുസൃതിയോ ഒന്നുമില്ലാത്ത സ്വരം. ശിവയ്ക്ക് സങ്കടായി. ആദ്യമായിട്ട് കാണുവരെ ഇങ്ങനൊരവസ്ഥയിൽ അവൻ്റെ തുമ്പിയെ. തുമ്പി വീണ്ടും വിളിച്ചതും പെണ്ണെന്ന് ചിണങ്ങി. ഇനിയും നോക്കിയിരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവളെ എടുത്ത് തോളിലിട്ടവൻ. പെട്ടെന്നുള്ള അവൻ്റെ നീക്കത്തിൽ പേടിയോടെ അവൻ ഇറക്കെ പിടിച്ചുപോയി തുമ്പി. ഉറക്കവും തളർച്ചയും എല്ലാം മറന്നുപോയതുപോലെ. എന്തീ കാണിക്കുന്ന ദർശ, താഴെ നിർത്തിയേ. വാഷ്റൂമിലേക്ക് നടക്കുമ്പോൾ പെണ്ണ് തോളിൽ കിടന്ന് എതിർക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നോടല്ല എന്ന മട്ടിലാണ് കക്ഷി. ദർശ പെണ്ണിനെ നിരത്തി നിർത്താതെ തന്നെ ഹീറ്റർ ഓൺ ചെയ്തുകൊണ്ട് ശിവയെന്ന് മൂളി. ഞാൻ കുളിച്ചോളാം. വേണ്ട, ഞാൻ ചെയ്യാം. നിസാരമെന്നോണം അവൻ പറഞ്ഞതും ആ അവസ്ഥയിലും പെണ്ണിൻ്റെ കണ്ണൊന്നും മിഴിഞ്ഞു. വാട്ട്? പുരികമൊന്നും പൊക്കി മിഴിച്ചു നോക്കുന്നവരോടായി ചോദിച്ചതും ദയനീയമായി ഒന്ന് നോക്കി അവൾ. ഓക്കെ, നീ ഫ്രഷ് ആയിട്ട് വാ. ആ നോട്ടം കണ്ടതുകൊണ്ടോ എന്തോ അവളെ കംഫർട്ട് മാത്രം നോക്കിക്കൊണ്ട് ശിവ ഗൗരവത്തോടെ പറഞ്ഞു. തുമ്പിയുടെ കണ്ണ് നിറഞ്ഞുപോയി. പെട്ടെന്നുള്ള അവൻ്റെ ഗൗരവം. അവൻ പിണങ്ങി കാണും എന്ന് കരുതി അവൾ. അവനെ എതിർക്കാൻ താല്പര്യമുണ്ടായിട്ടല്ല, പക്ഷേ ഇപ്പോഴത്തെ തൻ്റെ അവസ്ഥ അവൻ അറിയില്ലല്ലോ. അതായിരുന്നു തുമ്പിയുടെ മനസ്സിൽ. എന്താടാ, പെയിനാണോ? അടുത്ത നിമിഷം മാതിയോടെയുള്ള ചോദ്യം വന്നതും തുമ്പി അവനെ അത്ഭുതത്തോടെ നോക്കി. തുമ്പി, എങ്ങനെ മനസ്സിലായി? മറ്റൊരു ചോദ്യമായിരുന്നു അവളിൽ. ശിവ പെണ്ണെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അതൊക്കെ പറയേണ്ട സമയമാണോ ഇപ്പോൾ എന്നൊരർത്ഥമായിരുന്നു ആ നോട്ടത്തിന്. പറയുന്നേ, ബ്ലഡ് സ്റ്റെയിനുണ്ട്. തുമ്പിയുടെ മുഖത്തേക്ക് ഊറ്റി നോക്കിക്കൊണ്ട് തന്നെ ശിവ പറഞ്ഞതും പെണ്ണൊരു ഞെട്ടലോടെ ഇട്ടിരുന്ന ഗൗൺ മുന്നിലേക്ക് ആക്കി നോക്കി. പടർന്നു കിടക്കുന്ന രക്തം കണ്ടതും കണ്ണ് നിറഞ്ഞു പോയി അവളുടെ. ഏയ് വേദ, എന്തിനാ കരയുന്നേ? അടുത്തേക്ക് വന്ന് ചേർത്ത് പിടിക്കാൻ ഒരുങ്ങിയവനിലും 2 അടി പുറകോട്ട് നീങ്ങിയവൾ. അത് കാണി ചേക്കൻ്റെ മുഖം കുത്തി വീർത്തു. എന്താടി? കുറച്ച് ദേഷ്യത്തോടെ തന്നെ ചോദിച്ചതും വീണ്ടും വിതുമ്പിപ്പോയവൾ. ശിവ അസ്വസ്ഥതയോടെ നെറ്റിയൊഴിഞ്ഞു. വേദ, സോറി ദർശ, ഞാൻ പെട്ടെന്ന് ഡേറ്റ് ഒന്നും ഓർത്തില്ല. അതാ, വഴക്കു പറയലേ. എന്തോ തെറ്റ് ചെയ്തതുപോലെ മുഖം കുനിച്ച് വിതുമ്പുന്നവളെ കാണി ശിവയുടെ ചുണ്ടുകൾ ഒന്ന് വിടർന്നുപോയി. അതേ ചിരിയോടെ തന്നെ അവളെ ഇരു കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ച നെറ്റിയിലും കവിളിലുമെല്ലാം മാറി മാറി ഉമ്മ വെച്ച് ശിവ. തുമ്പി കുതറി നോക്കിയെങ്കിലും ഒന്നുകൂടി അടക്കി പിടിച്ചതേയുള്ളൂ അവൻ. യു ആർ മൈ വൈഫ് വേദ. ദെൻ വൈ ദിസ് ഹെസിറ്റേഷൻ? നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പതിയെ പറഞ്ഞതും ഇമ്മച്ചി മതത്തിലൊരു കൗതുകത്തോടെ അവനെ നോക്കിയവൾ.
എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എങ്കിലും എൻ്റെ ഭാര്യയുടെ ഈ അവസ്ഥയോട് അറപ്പോ വെറുപ്പോ തോന്നാനും മാത്രം ദുഷ്ടനല്ല. അതുകൊണ്ട് എൻ്റെ തുമ്പിതേ, ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴേക്കും ചൂടുള്ള ഒരു ചായ തരാം. നെറുകിൽ പതിയെ മുത്തി പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയതും അതേ നിൽപ്പ് തുടർന്ന തുമ്പി. അടിവയറ്റിലെ നോവൊന്നും അറിയാത്തതുപോലെ, ശരീരം ഒന്നാകെ മരവിച്ചു പോയതുപോലെ, കണ്ണ് നിറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു പോയവൾ. അതേസമയം അടങ്ങാത്ത പ്രണയം തോന്നിപ്പോയി അവനോട്. ഇപ്പോൾ കാണിച്ച കരുതലും വാക്കുകളും തീർത്ത മായാജാലത്തിൽ നിന്നും പുറത്തു വരാൻ ആവാത്ത പോലെ. ഇതുപോലെ മനസ്സിലാക്കുന്ന ഏതവസ്ഥയിലും ചേർത്ത് പിടിക്കുന്ന ഒരു പാതിയല്ലേ എല്ലാവരും ആഗ്രഹിക്കുക. ആ കാര്യത്തിൽ താൻ ഒരുപാട് ഭാഗ്യവതിയാണെന്ന് തോന്നി അവൾക്ക്. വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും ശിവനേരെ ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് അടുത്ത റൂമിലെ ബാത്റൂമിലേക്ക് കയറി. അവനും ഫ്രഷ് ആവുന്നതിനൊപ്പം അതും കഴുകിയിട്ടു. കുളിച്ച് കിച്ചണിൽ കയറി ചായ ഉണ്ടാക്കിയപ്പോഴേക്കും പുറകിൽ നിന്നും 2 കുഞ്ഞു കൈകൾ അവനെ ഇറക്കെ പുണർന്നിരുന്നു. ചുണ്ടുകൾ വിടർന്നു പോയവൻ്റെ ഹൃദയം നിറയുന്ന പോലെ. കുളിച്ചോ? വേദനിക്കുന്നുണ്ടോ ഇപ്പോൾ? ശരിക്കും മാറിയോ? കുറവുണ്ട് ദശ. എന്നാൽ ചെന്ന് സോഫയിലേക്ക്. ഇങ്ങനെ നിൽക്കണ്ട, നീയും വാ. ചായ വേണ്ടേ? അപ്പോൾ നിന്നെ മതി. പെണ്ണ് ചിണങ്ങിക്കൊണ്ട് അവൻ്റെ പുറത്തെ മുഖം ഉരസിതം നേർത്തൊരു പുഞ്ചിരിയോടെ അവളെ ഒരു കൈയാൽ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തവൻ. നിലത്ത് കാലം നീട്ടിയിരിക്കുന്നവൻ്റെ കൈക്കുള്ളിലായി ഒതുങ്ങിയിരുന്നു കൊണ്ട് ചൂടുള്ള ചായ പതിയെ കുടിച്ചവൾ. വേദനയ്ക്ക് അത്രയും ആശ്വാസം തോന്നുന്നുണ്ട്. എന്നും ഈ സമയം ദേഷ്യവും വാശിയും സങ്കടവുമാണ് മുന്നിട്ട് നിൽക്കാറുള്ളത്. അമ്മയെ എങ്ങും പോവാൻ പോലും സമ്മതിക്കാതെ വാശി കാണിച്ചിട്ടുണ്ട്. ഇല്ലിക്കലാണ് നിൽക്കുന്നതെങ്കിൽ വല്യമ്മയും ചെറിയമ്മയും മുത്തശ്ശിയുമൊക്കെ ഇടവും വലവും കാണും. പക്ഷേ ഇന്നിപ്പോൾ ആദ്യമായി അത്രയും ആശ്വാസം തോന്നുന്നുണ്ട്. ഒപ്പമുള്ളവൻ്റെ ചെറിയ കരുതൽ പോലും മനം നിറയ്ക്കുന്ന സന്തോഷമേകുന്നുണ്ട്. തനിക്ക് വേണ്ടി അറിയാത്ത ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് മനസ്സിലാക്കി ചെയ്തു തരുന്നവൻ. തുമ്പിയുടെ ഹൃദയം ഒന്ന് കുളർന്നു പോയി. അറിയോക്കെ? നീ ഇത് എത്രാമത് തവണ ചോദിക്കുന്നത് ദർശ? ഉത്തരം പറയടി. ഓക്കെയാണെൻ്റെ പൊന്നെ, അതിന് കലിപ്പിടണ്ട. കലിപ്പൊന്നുമല്ല, എനിക്കിതൊന്നും അറിയാത്തത് കൊണ്ടല്ലേ. ഇത്തിരി പരിഭവമുണ്ട് ആ പറച്ചിലിൽ. പതിയെന്ന് ചിരിച്ചു പോയി തുമ്പി. ദർശ, എനിക്ക് നിന്നെ എന്തിഷ്ടമാണെന്നോ? ശരിക്കും? ആന്നേ, ഒരുപാട് ഇഷ്ടം. ഉള്ളൊക്കെ വിങ്ങുന്ന പോലെ തോന്നും. കഴിഞ്ഞ 18 വർഷം എനിക്കിത് നഷ്ടമായില്ലേ എന്നോർക്കുമ്പോൾ ഒരു സങ്കടം തോന്നുന്നു. ആഹാ, അപ്പോൾ അന്ന് ഞാൻ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നീ എന്നെ അന്നേ പ്രണയിക്കുമോ? കുഞ്ഞൊരു കൗതുകത്തോടെ ചോദിച്ചുകൊണ്ട് തൊള്ളിക്ക് ചാഞ്ഞു കിടക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കിയവൻ. അതൊന്നും എനിക്കറിയില്ല. അറിയാനൊന്നുമില്ല. എന്നെ പ്രണയിക്കുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ നിനക്കില്ല. അത്ര നേരമുണ്ടായിരുന്ന കുറുമം കുസൃതിയും പാടയും മാഞ്ഞുകൊണ്ട് ഗൗരവം സ്ഥാനം പിടിച്ചിരുന്നു അവനിൽ. തുമ്പി കണ്ണും മേശ് വീർപ്പിച്ച് പിടിച്ച മുഖത്തേക്ക് നോക്കി. എന്താടി? ഒന്നുമില്ല എൻ്റെ ചെക്ക. തലയെന്ന് കുടഞ്ഞുകൊണ്ട് വീണ്ടും ആ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞവൾ. നേർത്തൊരു പുഞ്ചിരി ഇരുവരിലും ഒരുപോലെ സ്ഥാനം പിടിച്ചിരുന്നു ആ നിമിഷം. അല്പസമയത്തിന് ശേഷം കയ്യിലെ ഭാരം ഒന്നു കൂടിയതും ഫോണിൽ നിന്നും ശിവയുടെ നോട്ടം തുമ്പിയിലേക്കായി. തൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്ന് മയങ്ങുന്നവളെ കാണി ശിവയുടെ മിഴികൾ ഒന്ന് വിടർന്നു. സംസാരത്തിനിടയിൽ എപ്പോഴും മയങ്ങിപ്പോയതാണവൾ. ഒരു ദിവസം കൊണ്ട് അത്രയും വാടിപ്പോയതുപോലെ. ഈ ദിവസങ്ങൾ ഇത്രയും കഠിനമാണെന്ന് അറിയുന്നത് പോലും ഇപ്പോഴാണ്. വല്ലാത്തൊരു ഇഷ്ടം തോന്നി അവൻ അവളോട്. മുഖം കുനിച്ച് പെണ്ണിൻ്റെ ഇരുക്കവളിലും മാറി മാറി ചുംബിച്ചവൻ. ഇന്നോളം അറിയാത്ത ഓരോന്നും അവൻ അനുഭവിച്ചറിയുകയായിരുന്നു. അതും അവളിലൂടെ. മറ്റൊന്നും മറ്റാരും ചിന്തകളിൽ പോലും ഇല്ലാത്ത വിധം ഈ ഒരു വിളിയിൽ മാത്രം അകപ്പെട്ടു പോയിരുന്നു ശിവ. ഉള്ളിൽ നിറയുന്ന സ്നേഹപ്രവാഹം മുഴുവനും അവൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്നു. വേറെ ആരോടും മടുക്കാനോ അവരെ അംഗീകരിച്ച് കൊടുക്കാനോ അവനിലെ വാശിക്കാരൻ ആഗ്രഹിച്ചിരുന്നതുമില്ല. തുമ്പിയെ തന്നെ നോക്കിയിരിക്കുന്നവരും അത്രയും സന്തോഷം അവനിൽ നിറഞ്ഞു. ഒരു ഭ്രാന്തനെ പ്രണയിച്ചവൾ, ആർക്കും വേണ്ടാത്ത തന്നെ തേടി വന്നവൾ. ശിവയുടെ കണ്ണ് നിറഞ്ഞുപോയി. സ്നേഹത്തിൻ്റെ ഒരു നീരുറവയെങ്കിലും ആഗ്രഹിച്ചു പോയൊരു മനസ്സ് അവനിലുമുണ്ടായിരുന്നു. അതും ഏറെ മോഹിച്ചവളെന്നും തന്നെ ലഭിച്ചതും അത്രയും ആഴത്തിൽ അവൾ അവനിൽ വേരുറച്ചു പോയിരുന്നു. നിറഞ്ഞ മിഴികൾ പുറം കൈ വെച്ച് തുടച്ച് നീക്കി ഒന്നുകൂടി അവളെ ഇറുക്കെ പുണർന്നവൻ. ഫോണിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടതും തുമ്പിയിലും ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു. ഇക്ബാലിൻ്റെ നമ്പറിൽ നിന്ന് വന്ന മെസ്സേജ് കാണി ശിവയുടെ മിഴികൾ വന്യമായി തിളങ്ങി. വെൽക്കം ത്രിലോക്, മനസ്സിലായി പറഞ്ഞുകൊണ്ട് ആ ചാറ്റ് ക്ലിയർ ചെയ്തവൻ. അടുത്ത ശത്രു കൂടി രംഗത്തിറങ്ങിയിരിക്കണം. പ്രതീക്ഷിതാണ് ഈ ഒരു എൻട്രി. അതുകൊണ്ട് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയിരുന്നില്ല. നെഞ്ചോരം ചാഞ്ഞു കിടക്കുന്നവൾ ഒന്നും ചിണങ്ങിയതും മറ്റെല്ലാം ചിന്തകളും മാറ്റിവെച്ചുകൊണ്ടവൻ അവളെ പതിയെ തട്ടിയുറക്കി. എനിക്ക് നിന്റെ ദർശൻ മാത്രമായാൽ മതിയെന്ന് തോന്നുന്നു വേദ. നമ്മൾ മാത്രം.
മറ്റാരും മറ്റൊന്നും നമുക്കിടയിൽ വരാതെ. മനസ്സിലായി പറഞ്ഞുകൊണ്ടവൻ മിഴികൾ അടച്ചു. അവളുമായി സോഫയിലേക്ക് ചാരിക്കിടന്നു. മനസ്സെല്ലാം കലങ്ങി മറിഞ്ഞ പോലെ. അതൊരിക്കലും ഭയം കൊണ്ടായിരുന്നില്ല, അസ്വസ്ഥത, അരിശം, അങ്ങനെ എന്തൊക്കെയോ. തങ്ങളുടെ നല്ല നിമിഷങ്ങളിലേക്ക് രംഗബോധമില്ലാതെ കടന്നു വരുന്നവർ ആയ ശത്രുക്കളെയെല്ലാം അവന് തോന്നിയുള്ളൂ. മക്കളും പേരക്കുട്ടികളും ഒന്നുമില്ലാതെ ഇല്ലിക്കൽ ആകെ നിശബ്ദമായിരുന്നു. മുത്തശ്ശിയും പാറുവും മാത്രം ആ മാളികയിൽ മൂകമായി കഴിഞ്ഞു പോന്നു. പാറു, മോളെ, അമ്മ നിന്നെ നിർബന്ധിക്കുകയാണെന്ന് കരുതരുത്. നിന്റെ ജീവിതം ആർക്കുമില്ലാതെ നശിച്ചു പോകുന്നത് സഹിക്കാൻ വയ്യ എനിക്ക്. ഒരു കുടുംബമായി ഭർത്താവും മക്കളുമായും നീയും ജീവിക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ട് എനിക്ക്. തൻ്റെ മടിയിലായി കിടക്കുന്ന മകളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞതും പാർവതിയുടെ മിഴികളും നിറഞ്ഞു. മനസ്സിൽ ഇന്ന് നോവാണ്. എന്നും വിളിക്കുന്ന ഈശ്വരൻ മകനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോലും അവനിൽ നിന്നും ലഭിക്കുന്ന അവഗണന ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അത് എന്തെങ്കിലും കാണുമ്പോൾ അമ്മയെന്നും വിളിച്ച് ചേർത്ത് പിടിക്കുന്നവൻ്റെ രൂപമായിരുന്നു ഉള്ളിൽ. പക്ഷെ പ്രതീക്ഷകളെല്ലാം തകർന്നു. ജീവിതം വീണ്ടും ഇരുൾ മൂടിയ പോലെ. ജീവനെ പോലെ കാണുന്ന നൃത്തത്തിനോട് പോലും വിരക്തി തോന്നുന്നു. ഞാൻ പറയുന്നത് അനുസരിക്കില്ലേ നീ? വികാസ് അവൻ ഒത്തിരി നല്ലവനാണ്. മുത്തശ്ശി വീണ്ടും പറഞ്ഞതും മിഴികൾ ഇറക്കി അടച്ചവൾ. വേദനയാണ് ഇന്നും അവൻ. ഒരു മനുഷ്യന് ഇങ്ങനെയും പ്രണയിക്കാനാകുമോ എന്ന് തോന്നിപ്പോകും. പക്ഷേ അർഹതയുണ്ടോ തനിക്ക്? ആരൊക്കെ ഒപ്പിച്ച് ചിന്തിക്കളഞ്ഞ ഒരു വിഴുപ്പാണ് താൻ. സ്വയം തീർത്ത ഒരു തടവറയിൽ എന്നതുപോലെ അവരുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. നിനക്ക് വേണ്ടി ശിവയെ കാണാൻ അവൻ വീണ്ടും പോയിരുന്നു. മുത്തശ്ശി പറഞ്ഞു തുടങ്ങിയതും വെപ്രാളത്തോടെ മുഖമുയർത്തി നോക്കിയവൾ. പ്രതീക്ഷയാണ് ആ മിഴികളിൽ എന്ന് കണ്ടതും മുത്തശ്ശിയുടെ കണ്ണും നിറഞ്ഞു. നിനക്ക് ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞവൻ ഒരിക്കലും നമ്മളെ ആരെയും അംഗീകരിക്കാനാവില്ലെന്നും. വേദനയുടെ മുത്തശ്ശി അത് പറഞ്ഞതും പാർവതിയുടെ മിഴികളെ തിളക്കവും പ്രതീക്ഷയും എല്ലാം അണഞ്ഞു. അമ്മയ്ക്ക് മനസ്സിലാകും നിന്നെ. നീ നൊന്തു പ്രസവിച്ച നിന്റെ കുഞ്ഞാണവൻ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ നിന്നെ അംഗീകരിക്കും. പിന്നെ അവൻ്റെ കാര്യം ഓർത്ത് നീ ഇനിയും ഒരുങ്ങുന്നത് എന്തിനാ മോളെ? നമ്മുടെ കുഞ്ഞിലെ അവൻ്റെ കൂടെ കണ്ടില്ലേ നീ രണ്ടുപേരെയും? അവളുണ്ടാകും അവനോടൊപ്പം. രണ്ടുപേരും അത്രയും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞു നിർത്തിയതും പാർവമ്മയുടെ ചുണ്ടുകളും ഒന്ന് വിടർന്നു. തുമ്പയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ്റെ മുഖം ഓർത്തുപോയവർ. അവൻ്റെ കണ്ണിലെ തിളക്കത്തിനും സന്തോഷത്തിനും എല്ലാം കാണാം അവൾ മാത്രമാണ്. ആ നിമിഷം മാത്രം വല്ലാത്തൊരു സന്തോഷവും സമാധാനവും അവരിൽ നിറഞ്ഞു. എനിക്ക് മോളെന്ന് കാണണമേ. വന്നിട്ട് എൻ്റെ കുഞ്ഞിനോടൊന്നും മിണ്ടാൻ പോലും ആയിട്ടില്ല. പാർവതി തുമ്പയെ ഓർത്തുകൊണ്ട് പറഞ്ഞതും മുത്തശ്ശിക്കും അവർ രണ്ടുപേരെയും കാണാൻ ആഗ്രഹം തോന്നി. നമുക്ക് പോവാം. ഞാൻ അജുവിനെയോ ഹരിയെ വിളിക്കാം. അവർ വരും കൂട്ടാൻ. മുത്തശ്ശി വേഗം തന്നെ പറഞ്ഞതും നേർമയായി ഒന്ന് മൂളി പാർവതി.